ഇപ്പം എനിക്ക് തോന്നുന്നത് ചോറരിക്കുമ്പോൾ പുളി കൂടുമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ഇത് കണ്ടോ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കിട്ടുന്നത്. പിന്നെ ദോശ ഉണ്ടാക്കുവാണെങ്കിൽ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചതിൻ്റേതായ പോരായ്മ ദോശ ഉണ്ടാക്കുമ്പോൾ വരുവേ. ദോശയ്ക്ക് ഇച്ചിരി കൂടെ ലൂസായിട്ട് വേണമല്ലോ. തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത ദിവസം കാണിക്കാവേ. നല്ല സോഫ്റ്റായിട്ട് നല്ല ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ തൈര് ഉണ്ടാക്കുന്ന നല്ല കട്ട തൈര് ഉണ്ടാക്കുന്ന ഇതാണ് വീഡിയോ ആണ് കാണിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിക്കുന്നത്. ഇത് ഞാൻ ഈ കവർ പാലും കൊണ്ടാണ് തൈര് ഉണ്ടാക്കും. നമ്മൾ അല്ലാണ്ടുള്ള പാലിനകത്ത് ജലാംശം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കട്ടയായിട്ട് കിട്ടുന്നില്ലായിരുന്നേ. അപ്പോൾ ഇതിന് വേണ്ടി മാത്രം ഞാൻ ഈ പാക്കറ്റ് പാൽ മേടിക്കും. എന്നിട്ട് നല്ലപോലെ പാത്രമൊക്കെ തുടച്ച് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഒരു തുള്ളി പോലും വെള്ളമൊന്നും ഇല്ലാണ്ട് ഈ പാല് മാത്രം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുവേ. തിളച്ച് കഴിഞ്ഞാൽ അത് സിമ്മിലിട്ട് ഒരു 5 മിനിറ്റോടെ തിളപ്പിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ജലാംശം ഫുള്ള് പോയി കിട്ടും. നാടൻ പാലും നല്ലതായിരിക്കും. ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് ശരിയായില്ല. അതെന്ന് പറഞ്ഞാൽ ഈ കട്ട പോലെ ഇരിക്കുന്ന പോലെ ആകുന്നില്ല. നല്ല